നമുക്കിടെ ബ്രഹ്മയോഗം 55 CR കടന്നിരിക്കുന്നു. ഇതൊരു 100 CRലേക്ക് ഉടനെ തന്നെ എത്തുന്ന പ്രതീക്ഷയിലാണ്. ഇതൊരു അതിശയമൊന്നുമല്ല. നമ്മൾ ഇനിയും ഒരുപാട് ഇനങ്ങൾ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ചിത്രം 55 കോടി കടന്ന് മുന്നേറുകയാണ്. ആ ചിത്രത്തിൻ്റെ വിജയാഘോഷമാണ് സങ്കല്പിക്കുന്നത്. ചിത്രം 55 കോടി കടന്ന് മുന്നേറുകയാണ്. ആ ചിത്രത്തിൻ്റെ വിജയാഘോഷമാണ് സങ്കല്പിക്കുന്നത്. വിജയാഘോഷത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സിനിമാ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ സോണിയ മൽഹാർ, നമ്മുടെ മറ്റ് ഭാരവാഹികൾ, മെമ്പേഴ്സ് എല്ലാവരെയും നമ്മൾ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വിജയാഘോഷം കൊടുക്കേ നമുക്കിടെ ബ്രഹ്മയോഗം 55 CR കടന്നിരിക്കുന്നു. ഇതൊരു 100 CRലേക്ക് ഉടനെ തന്നെ എത്തുന്ന പ്രതീക്ഷയിലാണ്. ഇതൊരു അതിശയമൊന്നുമല്ല. നമ്മൾ ഇനിയും ഒരുപാട് ഇനങ്ങൾ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും അത് മമ്മൂക്ക സിനിമ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ആകാംക്ഷയാണ്. അടുത്ത ഏത് പടമാണ് മമ്മൂക്ക ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമാണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. പ്രെഡിക്റ്റബിൾ അല്ല, പ്രെഡിക്റ്റബിളിന് അപ്പുറത്തേക്ക് എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയാണ് തിയേറ്ററിലിടും. നമ്മുടെ ഓരോ പടങ്ങളും റിലീസാകുമ്പോൾ ആ ഒരു പ്രതീക്ഷയോട് പുതിയ എന്തോ സാധനം എന്നുള്ള പ്രതീക്ഷയോട്, പക്ഷെ അതൊരിക്കലും നമ്മൾ തെറ്റിക്കാറില്ല. ഇനിയുള്ള മമ്മൂക്കയുടെ സെലക്ഷനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളെല്ലാം എല്ലാവരും ഒന്നും ഞെട്ടിക്കുന്ന സിനിമകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നമുക്ക് പ്രതീക്ഷയോടുകൂടി എല്ലാവരും എല്ലാ ഫാൻസും ഒരേപോലെ ഒറ്റുനോക്കുന്ന ഒരു ഞാനും ആ ഒരു ഹാപ്പിയാണ്. സാറിൻ്റെ അടുത്ത പ്രോജക്റ്റ് മമ്മൂക്ക വെച്ചായിരിക്കും? തീർച്ചയായിട്ടും മമ്മൂക്കയായിട്ട് പ്രോജക്റ്റ് ഉണ്ടാവും. അത് എന്നത്തേക്കെന്നുള്ളത് അതിൻ്റെ ഒരു ചർച്ച ആണ്. എത്രയും പെട്ടെന്ന് മമ്മൂക്കയായിട്ട് പ്രോജക്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഈ സിനിമ ചെയ്തതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 55 കോടിയല്ല 500 കോടി കളക്ട് ചെയ്യാനുള്ള ആംബിയൻസ് ഉള്ള സിനിമയാണ്. ഡെഫിനറ്റ്ലി മമ്മൂട്ടി അത് നേടിയെടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആ ഒരു എഫക്റ്റിൽ കണ്ടു. മമ്മൂട്ടിയുടെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതെ 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 ശരിക്കും പേടിപ്പെടുത്തുന്ന എലിമെന്റ് ഉണ്ടോ? പേടിച്ചായിരുന്നു? ഇല്ല.